ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ടേബിൾ മാറ്റാണ്. കമ്പിളി നൂല് വെച്ചിട്ടുള്ള ടേബിൾ മാറ്റ്. ഇത് നമ്മൾ ക്രോഷിയ വെച്ചിട്ടാണ്, ക്രോഷിയ നീഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ചെറിയ മാറ്റാണ് ഇത്. സെയിം പാറ്റേൺ തന്നെയാണ്. ഇത് ഒരേ കളറായതുകൊണ്ട് അതിൻ്റെ ഡിസൈൻ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഈ നൂല് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ 2 നീഡിലുണ്ട്. അതിൽ കുറച്ച് വണ്ണം കൂടിയ നീഡിൽ ഇച്ചിരി കട്ടിയുള്ള നൂല് കൊണ്ട് തയ്ക്കാനായിട്ടാണ് 4 mm നീഡിൽ. ഇത് കുറച്ച് കട്ടി കുറഞ്ഞ നൂലായതുകൊണ്ട് ഇത് വെച്ച് തയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഇച്ചിരിയുടെ കട്ടി കുറഞ്ഞ സൂചി വെച്ചിട്ടാണ് ഞാനിത് തയ്ക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്കൊരു ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കാം. ഇനി ക്രോഷിയ സൂചി വെച്ചിട്ട് 4 ചെയിൻ ഇട്ട് കൊടുക്കും. ഇനി ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയൊരു സർക്കിൾ പോലെ കിട്ടും. സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനിയും അതിൻ്റെ ഉള്ളിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷിയ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആദ്യത്തെ സിംഗിൾ ക്രോഷിയയിൽ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്യാം. ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് 3 ചെയിൻ ഇട്ട് കൊടുക്കാം. 2, 3. ഇനി ഒരു ചെയിനും കൂടെ. എന്നിട്ട് നമുക്ക് ആ സെയിം ചെയിനിൽ തന്നെ ഒരു ഡബിൾ ക്രോഷിയായും കൂടെ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെയിന്, പിന്നെയും അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷിയ, ഇനി പിന്നെ ഒരു ചെയിന്, പിന്നെയും ഒരു ഡബിൾ ക്രോഷിയ ആ സെയിം ചെയിനിൽ തന്നെ ഇട്ട് കൊടുക്കും. ഇങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്യാം. നമ്മളിതുപോലെ 12 ഡബിൾ ക്രോഷിയ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ആദ്യമേ നമ്മൾ ചെയ്ത ഡബിൾ ക്രോഷിയയുടെ ഏറ്റവും ടോപ്പിൽ ഇതുപോലെ കുത്തിയെടുത്ത്
സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്യണം. ഇനി നമുക്ക് ഈ 12 ഡബിൾ ക്രോഷ്യ ചെയ്തതിൽ എല്ലാത്തിലും ഓരോ ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് പിന്നെയും 12 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 3 ചെയിൻ ആദ്യം ഇടാം. പിന്നെ നമ്മൾ 2 ചെയിൻ ഇട്ടു, 3 ചെയിൻ ഇട്ടു, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ അടുത്ത ചെയിനിൽ ചെയ്യും. ഇതാണ് ഡബിൾ ക്രോഷ്യ. ഇനി നമുക്ക് ഇതുപോലെ കിട്ടും. ഇനിയും പിന്നെയും നമ്മൾ 3 ചെയിനാണ് അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത്. 2, 3. പിന്നെ അടുത്ത ചെയിനിലോട്ട് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യുകയാണ്. ഇതിൻ്റെ നേരെ ഇങ്ങനെ 12 ഡബിൾ ക്രോഷ്യ തയ്ച്ചെടുക്കും. ഇതുപോലെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്യാം. ഇതുപോലെ ആ റൗണ്ട് ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് തീർത്തു. ഇനി 3 ചെയിൻ ഇട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കിട്ടും. ഇനി 3 ചെയിന്, എന്നിട്ട് നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ ആ സെയിം ചെയിനിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യായും കൂടെ ആ സെയിം ചെയിനിൽ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ 3 ഡബിൾ ക്രോഷ്യ ഒരു ചെയിനിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. ഈ റൗണ്ട് ഫുള്ളായിട്ട് അങ്ങനെ ചെയ്യണം. ഇനി അതിൻ്റെ ഇടയ്ക്ക് 2 ചെയിൻ ഇട്ട് കൊടുക്കുക. പിന്നെയും അടുത്ത ചെയിനിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കാം. 2 ചെയിൻ ഇട്ടിട്ട് ജോയിൻ ചെയ്യാം. ഇതിങ്ങനെ ചരിഞ്ഞ് വരുന്നൊരു ഡിസൈനാണ് ഫ്ലവറിൻ്റെ. അന്നേരം നമ്മൾ അടുത്ത ഈ ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യായിൽ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ 2 ഡബിൾ ക്രോഷ്യ അവിടെ ചെയ്യണം. 3 ചെയിൻ ഇട്ടിട്ട് ഇനി ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ആ സ്പേസ് ഉള്ളിടത്ത് നമ്മൾ 2 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ 3, 4 ഇങ്ങനെ ചരിഞ്ഞ് വരുമോ.
പിന്നെയും 2 ചെയിൻ ഇട്ടിട്ട് പിന്നെ ഒരു ചെയിൻ വിട്ടിട്ട് അടുത്തതിൽ ഡബിൾ ക്രോഷിയ ചെയ്യണം. ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം. ഇതുപോലെ ഈ റൗണ്ടും നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് തീർന്നു. ഇനിയും 2 ചെയിൻ ഇട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കും. പിന്നെയും ഇതുപോലെ തന്നെ ഒരു ചെയിന് നമ്മൾ കുറച്ചുകൊണ്ട് അടുത്ത ചെയിനിലോട്ടാണ് നമ്മൾ 3 ചെയിൻ ഇട്ടിട്ട് ഡബിൾ ക്രോഷിയ ചെയ്തു പോകുന്നത്. 1 3 4 ഇനി 5 ആണ് ചെയ്യാൻ പോകുന്നത്. സ്പേസ് വരുന്നിടത്ത് 2 ഡബിൾ ക്രോഷിയ വെച്ച് ചെയ്തു പോകണം. ഇതുപോലെ 10 ഡബിൾ ക്രോഷിയ വരെ ചെയ്തു പോകണം. നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് അത് 12 15 അങ്ങനെ കൂട്ടാം. അപ്പം ഞാൻ 10 ആണ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ 5 ആയി. ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്തു വരണം. ഇടയ്ക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ 2 ചെയിൻ ഇട്ടിട്ടാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇതുപോലെ 10 എണ്ണം നമ്മൾ കൂട്ടിക്കൊണ്ട് വന്നു. 1 3 4 5 അങ്ങനെ 10 വരെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു ജോയിൻ ചെയ്യാം. ഇനി നമ്മൾ ഇത് കുറച്ചുകൊണ്ടാണ് പോകുന്നത്. മറ്റേതുപോലെ തന്നെ ഒരു ചെയിന് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് കുറച്ചിട്ട് ഡബിൾ ക്രോഷിയ അടുത്തതിൽ ചെയ്യുന്നു. 3 ചെയിൻ ഇട്ടിട്ട് ഇങ്ങനെ സ്പേസ് ഉള്ളിടത്ത് വരുമ്പം നമ്മൾ അവിടെ തയ്ക്കത്തില്ല. ഇപ്പം 9 എണ്ണം തയ്ച്ചു.